കളമശ്ശേരി കഞ്ചാവ് കേസിലെ പ്രതികൾ കെഎസ്യുക്കാരല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം പൊളിയുന്നു. അറസ്റ്റിലായ കഞ്ചാവ് മൊത്ത കച്ചവടക്കാരൻ ഷാലിഖ് കെഎസ്യു യൂണിറ്റ് സെക്രട്ടറി തന്നെ. ഷാലിഖ് കളമശ്ശേരി പോളിടെക്നിക് സെക്രട്ടറി ആയപ്പോൾ കെഎസ്യു പുറത്തിറക്കിയ പോസ്റ്റർ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. സാലിം മുഹമ്മദിന്റെ റിപ്പോർട്ടിലേക്ക്. കളമശ്ശേരി കഞ്ചാവ് കേസിൽ കെഎസ്യു നേതാക്കൾ പിടിയിലായതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർ ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഒരു കാരണവശാലും കെഎസ്യു നേതാക്കൾ പ്രതികളല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ. പോലീസ് വളരെ കൈരളി പറഞ്ഞാൽ കെഎസ്യുകാരൻ വരില്ല, അതിൽ പ്രതിയാവില്ല. പോലീസാണ് അന്വേഷിക്കുന്നത്. കൂടുതൽ തെളിവുകൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവരെല്ലാവരും തന്നെ ഈ പ്രതികളെല്ലാവരും തന്നെ കെഎസ്യു പ്രവർത്തകരോ നേതാക്കളോ ആയിരുന്നു എന്നതാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. അതിലൊന്ന് ഈ ഷാലിഖ് എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി. ഇയാളാണ് ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരനായി ക്യാമ്പസിൽ 2 കിലോ കഞ്ചാവിൻ്റെ പാക്കറ്റ് 4 കിലോ എത്തിച്ച് 2 കിലോ ക്യാമ്പസിലെത്തിയതും ഈ ഷാലിഖ് കൈമാറിയതാണ്. ഷാലിഖ് കെഎസ്യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. പക്ഷേ അതൊന്നും പരിഗണിക്കാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. പക്ഷേ ഇയാൾ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കെ അവിടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുന്ന പരിപാടികൾ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രങ്ങൾ പുറത്തു വന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് കൈരളി പുറത്തുവിട്ട ഒരു ചിത്രം കെഎസ്യുവിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ യൂണിറ്റ് ഭാരവാഹികളുടെ ചിത്രങ്ങളും ഫോട്ടോകളും സഹിതം പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ ഷാലിഖ് സെക്രട്ടറിയാണ്, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റ് ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞുള്ള ആ പോസ്റ്ററിൽ ഷാലിഖിൻ്റെ ചിത്രമുണ്ട്, പേരുണ്ട്. അയാളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് 2 കിലോ കഞ്ചാവ് മൊത്ത കച്ചവടം ചെയ്ത കേസിൽ. അതിനർത്ഥം കെഎസ്യു നേതാക്കളാണ് ഇതിൽ പ്രതികളെല്ലാം തന്നെ എന്നുള്ളതാണ്. അത് ഈ ഷാലിഖിനൊപ്പം പിടിയിലായ ആഷിഖാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം റെയ്ഡിനിടെ കഞ്ചാവുമായി പിടിയിലായ ആകാശാണെങ്കിലും ഇവരെല്ലാവരും കെഎസ്യുവിൻ്റെ ഭാരവാഹികളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആകാശ് കെഎസ്യുവിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് എന്ന വിവരം യൂണിറ്റ് പ്രസിഡന്റ് തന്നെ ഈ റെയ്ഡിൻ്റെ പിറ്റേ ദിവസം മാധ്യമങ്ങളോട് സമ്മതിച്ചതുമാണ്. ആകാശ് ഞങ്ങളുടെ ഒപ്പം കെഎസ്യുവിനൊപ്പം ഉള്ളതാണ്. പക്ഷെ ഞാനാണ് മത്സരിച്ചതും ഇവൻ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും. ഷാലിഖ് ഉൾപ്പെടെയുള്ള ഈ മൊത്ത കച്ചവടക്കാരിൽ നിന്ന് ചില്ലറ കച്ചവടക്കാരായ കെഎസ്യു നേതാവ് അടക്കമുള്ളവരിലേക്ക് എത്തുന്നതിനിടയിലുള്ള കണ്ണികൾ അവരെല്ലാവരും തന്നെ കെഎസ്യുവിൻ്റെ പ്രവർത്തകരോ നേതാക്കളോ ആണ് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ 2 ദിവസങ്ങളിലായി പുറത്തുവിട്ടത്. അപ്പോഴും പ്രതിപക്ഷ നേതാവും ചില മാധ്യമങ്ങളും ചോദിക്കുന്നത് എന്താണ് കെഎസ്യു നേതാവ് ഇതിൽ പ്രതിയായി എന്നതിന് തെളിവ് എന്നുള്ളതാണ്. ഏത് കെഎസ്യു നേതാവ് എന്നതാണ്. ഈ തെളിവുകൾ ഏറ്റവും ജീവിക്കുന്ന തെളിവുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ചിത്രങ്ങളായും ദൃശ്യങ്ങളായും കെഎസ്യുവിൻ്റെ ഈ കേസിലെ പങ്കാളിത്തം പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. സാലിം മുഹമ്മദിന്റെ റിപ്പോർട്ടാണ് കണ്ടത് കൊച്ചിയിൽ നിന്ന്.